ഹോണ്ട 80കളിലും 90കളിലും V4 എഞ്ചിൻ പരീക്ഷിച്ചിട്ട് ഇപ്പോ ഇതാ വീണ്ടും മോട്ടോർ സൈക്കിൾ വേൾഡിൽ ഒരു ന്യൂക്ലിയർ ബോംബ് ഇട്ടിട്ടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ മോട്ടോർ സൈക്കിൾ വേൾഡ് ഒരു ചെസ് ബോർഡ് ആണെങ്കിൽ ഹോണ്ട അവരുടെ അടുത്ത കരു നീക്കാൻ പോവുകയാണ്. ഇറ്റാലിയൻ പിള്ളേരായ ഡുക്കാട്ടിക്കും അപ്രീലിയയ്ക്കും ഇനി ചെക്ക്മേറ്റ് അത് ഉറപ്പാണ്. സംഭവം എന്താണെന്നല്ലേ, ഹോണ്ട പുതിയ V4 എഞ്ചിൻ കൊണ്ടുവരുന്നു. ഇത്രയും കാലം V4 സെഗ്മെന്റിൽ ഡുക്കാട്ടിയും അപ്രീലിയയും ഒക്കെ അഴിഞ്ഞാടുകയായിരുന്നല്ലോ. പാനിഗാലെ V4ഉം RS V4 ഒക്കെ പെർഫോമൻസിന്റെ തളപതികളാണ്. പക്ഷേ ഹോണ്ട വരുമ്പോ കളി എവിടെ മാറും? ഹോണ്ടയുടെ റേസിംഗ് ട്രാക്ക് പവർ നമുക്ക് അറിയാമല്ലോ. അവരുടെ റിലയബിലിറ്റി കൂടെ ചേരുമ്പോൾ ഇറ്റലിക്കാർക്ക് നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ പറ്റും. പ്രൈസിലും പെർഫോമൻസിലും ഇനി ടൈറ്റ് കോമ്പറ്റീഷൻ കാണാം. എന്റെ മനസ്സിലുള്ള ഒരു ഡൗട്ട് അല്ലെങ്കിൽ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ, കവാസാക്കി H2R സൂപ്പർ ചാർജർ കൊണ്ടുവന്ന് നമ്മളെ ഞെട്ടിച്ചില്ലേ, അതുപോലെ ഹോണ്ടയും ഈ പുതിയ V4 എഞ്ചിനിൽ ഒരു സൂപ്പർ ചാർജർ കൊണ്ടുവന്നാലോ? ഒരു V4 സൂപ്പർ ചാർജഡ് ഹോണ്ട, സംഭവം പൊളിയായിരിക്കും അല്ലേ? H2Rനേക്കാൾ പവർഫുൾ ആയ ഒരു സാധനം ഇറക്കാൻ ഹോണ്ടയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് അവരുടെ കയ്യിലായിരിക്കും. ഇതൊക്കെ ഇപ്പോ വെറും ഊഹങ്ങൾ മാത്രമാണ് കേട്ടോ. എന്തായാലും ഹോണ്ടയുടെ ഈ പുതിയ V4 പ്ലാൻ ബൈക്ക് പ്രേമികൾക്ക് ഒരു ഫുൾ ഓൺ പവർ മോഡാണ്. കോമ്പറ്റീഷൻ കൂടുമ്പോൾ നമുക്കാണ് ലാഭം. പുതിയ കിടിലൻ ബൈക്കൊക്കെ കിട്ടുമല്ലോ. ഈ പുതിയ V4 എഞ്ചിനിൽ സൂപ്പർ ചാർജർ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതോ നോർമൽ V4 മതിയോ?